നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മളിന്ന് ബിയോണ്ട് ദ ഹൊറിസോൺ അല്ലെങ്കിൽ ചക്രവാളത്തിനപ്പുറം എന്ന പരിപാടിയുടെ 14-ാമത്തെ ഭാഗമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ 13-ാമത്തെ ഭാഗത്തിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട 3 ജ്യോതിശാസ്ത്രകാരന്മാരെ പറ്റി പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് തോമസ് ഡിഗസ്, പെട്രൂസ് പ്ലാനിഷ്യസ്, പിന്നെ തോമസ് ഹാരിയോട്ട്, ലോഗോ മൊണ്ടാനസ് എന്നീ 4 പേരെ പറ്റി നമ്മൾ അവതരിപ്പിച്ചിരുന്നു. അവരിൽ പലരും അത്രയൊന്നും പ്രാധാന്യമുള്ളവരല്ലെങ്കിലും ഞാൻ അങ്ങനെ അവരെ കൂടെ ഉൾച്ചേർത്തുകൊണ്ട് അവതരിപ്പിക്കാനുള്ള ഒരു കാരണം, നമുക്ക് ഈ ശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ ഒരു തുടർച്ച വേണമല്ലോ. ആ തുടർച്ചയിൽ ഇവരുടെ ചെയ്തികളും വളരെ പ്രധാനമുള്ളത്. ടൈക്കോ ബ്രാഹെയ്ക്ക് ശേഷം അതേ കാലത്ത് തന്നെ ജീവിച്ച ആളാണ് തോമസ് ഡിഗസ്. ഇംഗ്ലീഷുകാരനായിരുന്നു. പിന്നെ വന്നതാണ് നേരത്തെ പറഞ്ഞ പെട്രൂസ് പ്ലാനിഷ്യസ്, ഒരു ഫിനീഷ്യൻ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിന്റെ ചെയ്തികളെ പറ്റി ഞാൻ വളരെ സവിസ്തരം കഴിഞ്ഞ ഭാഗത്ത് വിവരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ കഴിഞ്ഞ കാലത്തെ കോളനിവൽക്കരണവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, അതുപോലെ എങ്ങനെയാണ് അദ്ദേഹം തൻ്റെ കച്ചവട സാമ്രാജ്യത്തെ, ബ്രിട്ടീഷുകാർ കച്ചവടം ചെയ്ത് വന്നവരായിരുന്നല്ലോ, എങ്ങനെ കച്ചവട സാമ്രാജ്യത്തെ സഹായിക്കാൻ വേണ്ടി തൻ്റെ ശാസ്ത്ര സാങ്കേതിക കഴിവുകൾ ഉപയോഗിച്ചു എന്നുള്ള കാര്യം കൂടെ അതിൽ അവതരിപ്പിച്ചിരുന്നു. പിന്നെ വന്നത് ലോഗോ മൊണ്ടാനസാണ്. ലോഗോ മൊണ്ടാനസ് ടൈക്കോ ബ്രാഹെയുടെ പ്രസിദ്ധമായ നിരീക്ഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് ആയിരുന്നു. അത്രയൊന്നും ബൗദ്ധികമായി ഉയർന്ന ആളല്ലാതിരുന്ന ലോഗോ മൊണ്ടാനസ് അല്പം അന്ധവിശ്വാസി കൂടിയായിരുന്നു. ഈ കാര്യമെല്ലാം നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളെ അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം എടുത്തു പറയുന്നത്. അതിനുശേഷമുള്ള ആളാണ് തോമസ് ഹാരിയോട്ട്. ഹാരിയോട്ടിന്റെ അതേ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ് ഇന്ന് പറയാൻ പോകുന്ന ഗലീലിയോ ഗലീലി എന്ന ഗണിതശാസ്ത്രജ്ഞൻ. ഇറ്റലിക്കാരനായിരുന്നു ഗലീലിയോ. ഇറ്റലിയിലെ ടസ്കനി എന്ന പ്രദേശത്തെ പിസ എന്ന നഗരത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ അച്ഛൻ നല്ലൊരു ഗണിതശാസ്ത്രജ്ഞനും കൂടിയായിരുന്നു. മാത്രമല്ല അദ്ദേഹം നല്ലൊരു സംഗീതജ്ഞനായിരുന്നു. നമുക്ക് പലർക്കും അറിയാത്തതുപോലെ ആദ്യകാലങ്ങളിൽ, ആ കാലത്ത് ഏതാണ്ട് 400 വർഷങ്ങൾക്ക് മുമ്പ്, ഗണിതത്തെ സംഗീതവുമായിട്ട് ബന്ധിപ്പിക്കാൻ ശ്രമിച്ച ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ഗണിതത്തിൽ സംഗീതവും സംഗീതത്തിൽ ഗണിതവും അങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു അയാൾ. അദ്ദേഹത്തിന്റെ മൂത്ത മകനായിരുന്നു ഗലീലിയോ ഗലീലി, നമ്മുടെ കഥാനായകൻ. വിൻസെൻസിയോ എന്നായിരുന്നു ഗലീലിയോയുടെ അച്ഛന്റെ പേര്. അമ്മയുടെ പേര് ഗുലിയ. തന്റെ മകനെ നല്ലൊരു ഡോക്ടറാക്കണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. പക്ഷേ മകൻ ഗണിതശാസ്ത്രത്തിൽ നല്ലൊരു ശാസ്ത്രജ്ഞനാകാനായിരുന്നു ഗലീലിയോയുടെ ആഗ്രഹം. അച്ഛന്റെ ആഗ്രഹത്തിനൊത്ത് ഉയരാൻ ഗലീലിയോ കഴിഞ്ഞില്ല. മറിച്ച് അദ്ദേഹം ഗണിതം തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് നമ്മുടെ
ഗലീലിയോ ഗണിതം പഠിച്ചു. പിസ യൂണിവേഴ്സിറ്റിയിൽ ആദ്യത്തെ ഗണിത അധ്യാപകനായി. മാത്രമല്ല, നമുക്ക് ഒക്കെ അറിയാവുന്നത് പോലെ ഇന്ന് നമ്മൾ അറിയുന്ന ജ്യോതിശാസ്ത്രത്തിന്റെ സ്പോണ്ടാനസ് ആയിട്ടുള്ള വളർച്ചയ്ക്ക് പ്രധാന കാരണക്കാരൻ ഗലീലിയോ ആണ്. ജ്യോതിശാസ്ത്രത്തിന് മാത്രമല്ല, ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കാരണം വളരെ ചെറുപ്പകാലം മുതലേ ഗലീലിയോക്ക് ചില സവിശേഷതകൾ ഉണ്ടായിരുന്നു. ആ സവിശേഷതകളാണ് അദ്ദേഹത്തെ അതികവായനായ ഒരു ശാസ്ത്രജ്ഞനാക്കി മാറ്റിയെടുത്തത് എന്ന കാര്യം നമുക്ക് മനസ്സിലാവും. ഈ വരുന്ന 14-ാം ഭാഗത്തിൽ ോടുകൂടെ ഗലീലിയോയുടെ കഥ അവസാനിപ്പിക്കുന്നില്ല. കാരണം വളരെ സുദീർഘമായ പ്രവർത്തനങ്ങൾ ജ്യോതിശാസ്ത്രത്തിനും ഭൗതിക ശാസ്ത്രത്തിനും നടത്തിയ ഗലീലിയോയുടെ കഥ, ഗലീലിയോയുടെ ചരിത്രം നമ്മൾ 2ഓ 3ഓ ഭാഗമായിട്ടാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ 3 ഭാഗവും വിടാതെ കാണണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട രസകരമായ ജീവിത കഥയും കൂടിയാണ് നമ്മുടെ ഗലീലിയോയുടെ കഥ. അക്കാലത്തെ ശാസ്ത്രകാരന്മാർ നേരിട്ട പ്രയാസങ്ങൾ ഒക്കെ അതിജീവിച്ചാണ് ഗലീലിയോ തന്റെ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോയത്. ആ പ്രയാസങ്ങളൊക്കെ, ആ ചരിത്രമൊക്കെ അടുത്ത 1-2 എപ്പിസോഡുകളോടുകൂടെ നമുക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ 3 എപ്പിസോഡുകളും ഗലീലിയോയുടെ ചരിത്രം മുഴുവൻ നിങ്ങൾ മനസ്സിലാക്കണം. ഷേക്സ്പിയറുടെ കാലത്തുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു ഗലീലിയോ. ഇംഗ്ലണ്ടിലാണ് ഷേക്സ്പിയർ ഉണ്ടായിരുന്നത്. ഗലീലിയോ ആകട്ടെ ഇറ്റലിയിൽ. ആ ഇറ്റലിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ യൂറോപ്യൻ നവോത്ഥാനത്തിന്റെ തുടക്കം 13-ാം നൂറ്റാണ്ടിൽ. ആ നവോത്ഥാനത്തിന്റെ ഏറ്റവും നല്ല ഒരു ഉൽപ്പന്നമാണ് ഗലീലിയോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് നമുക്ക് ഗലീലിയോയ്ക്ക് പോകാം. പൂർണ്ണമായും ഈ എപ്പിസോഡ് കാണണം. അടുത്ത 2 എപ്പിസോഡുകളുടെ അദ്ദേഹത്തെ പറ്റി തന്നെയാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും കെപ്ലറിലേക്ക് പോകാം. ടൈക്കോ ബ്രാഹയുടെ അനന്തരാവകാശി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ശാസ്ത്രജ്ഞൻ. സുഹൃത്തുക്കളെ, നമുക്ക് ഗലീലിയോയ്ക്ക് പോകാം. ബിയോണ്ട് ദ ഹൊറിസോൺ എന്ന ജ്യോതിശാസ്ത്ര പരമ്പരയുടെ, അതല്ലെങ്കിൽ ചക്രവാളത്തിനപ്പുറം എന്ന പരമ്പരയുടെ 14-ാം ഭാഗമാണിത്. കഴിഞ്ഞ 14-ാം ഭാഗത്തിന് മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഭാഗത്ത് നമ്മൾ അവതരിപ്പിക്കുന്നത് ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന മനുഷ്യനെയാണ്, ഗലീലിയോ ഗലീലി. 1564 മുതൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1642 വരെയാണ്. അദ്ദേഹത്തിന് ശേഷം 1642 ഭൗതികശാസ്ത്രത്തിലെ ഒരു തുടർച്ചയെന്നോണം പ്രസിദ്ധനായ ഐസക് ന്യൂട്ടൺ ജനിച്ചത്. ഗലീലിയോ വടക്ക് പടിഞ്ഞാറൻ ഇറ്റലിയിൽ ടസ്കനി എന്ന പ്രവിശ്യയിൽ പിസ നഗരത്തിലാണ് ജനിച്ചത്. ഗണിതജ്ഞനും സംഗീതജ്ഞനുമായ അച്ഛൻ മകനെ ഒരു ഭിഷഗ്വരനാക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ഗലീലിയോയുടെ ഗണിതശാസ്ത്രത്തിലുള്ള അമിതമായ ആഗ്രഹം മൂലം അച്ഛൻ്റെ ആഗ്രഹത്തിന് അദ്ദേഹം വഴങ്ങിയില്ല. ഗണിതം പഠിച്ച ഗലീലിയോ 1589 പിസ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായി ചേർന്നു. ഇവിടെ ഇറ്റലിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് വലതുവശത്ത്. അതിൽ ഈ ഭാഗമാണ് ടസ്കനി. അതിലെ നഗരത്തിൻ്റെ പേരാണ് പിസ. പിസ വളരെ ലോകപ്രസിദ്ധമാണ്. കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. ഉയരം കൂടിയ വലിയ ഒരു ഗോപുരമുണ്ട് പിസയിൽ. ആ ഗോപുരത്തിന് വൻതോതിൽ ചരിവുണ്ട്. ചരിഞ്ഞ ഗോപുരമുള്ള പിസ എന്ന നഗരമാണ് ഗലീലിയോയുടെ ജന്മസ്ഥലം. യൂറോപ്പിൽ ഈ കാലഘട്ടത്തിൽ കോപ്പർനിക്കൻ പ്രപഞ്ച സിദ്ധാന്തം പതുക്കെയാണെങ്കിലും പ്രചരിക്കുകയായിരുന്നു.
ടൈക്കോ ബ്രാഹെയും കെപ്ലറും നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ പറഞ്ഞതാണല്ലോ. മറ്റും അരിസ്റ്റോട്ടിലിയൻ കാഴ്ചപ്പാടിൻ്റെ അടിത്തറ ഇളക്കുകയായിരുന്നു. ഗലീലിയോ ആകട്ടെ ദ്രവ്യത്തെപ്പറ്റിയും, അതായത് മാറ്റർ, ശക്തിയെപ്പറ്റിയും, ഫോഴ്സ്, ചലനം, മൂവ്മെൻറ്റ് തുടങ്ങിയ അടിസ്ഥാന യാന്ത്രികത്തിൽ അക്കാലത്ത് പരീക്ഷണം തുടങ്ങിയിരുന്നു. നമുക്കറിയാം, നമ്മളിന്ന് അറിയുന്ന വാച്ചുകളൊക്കെ ഉണ്ടാവുന്നതിന് എത്രയോ മുൻപെയാണ് ക്ലോക്ക് ഉണ്ടാക്കാനുള്ള പെൻഡുലം ഗലീലിയോ കണ്ടുപിടിച്ചത്. അതിന് പിന്നിൽ രസകരമായൊരു കഥയുണ്ട്. പെൻഡുലം മാത്രമല്ല, ചരിഞ്ഞ പ്രതലത്തിലെ ചലനം, എങ്ങനെയാണ് ഒരു വസ്തു ചരിഞ്ഞ പ്രതലത്തിൽ കൂടെ ചലിക്കുന്നതെന്നും ശക്തിയും ചലനദിശ തുടങ്ങിയവയുടെ പ്രഭാവത്തെക്കുറിച്ചുള്ള പഠനവും അദ്ദേഹം നടത്തിയിരുന്നു. പെൻഡുലത്തിൻ്റെ കഥ ഇങ്ങനെയാണ്. ബാലനായ ഗലീലിയോ ആരെന്തു പറഞ്ഞാലും അംഗീകരിക്കുകയില്ല. അങ്ങനെയുള്ളൊരു സ്വഭാവക്കാരനായിരുന്നു അവൻ. ഒരിക്കൽ പള്ളിയിൽ ബാലനായിരുന്ന കാലത്ത് പിൻബെഞ്ചിൽ നിന്ന് പള്ളിയിൽ തൂക്കിയിട്ടിരുന്ന ഒരു വിളക്കിൻ്റെ ചലനം ശ്രദ്ധിക്കുകയായിരുന്നു ഗലീലിയോ. ആ ചലനത്തിൽ അദ്ദേഹം വളരെ കൃത്യമായ ഒരു ശാസ്ത്രീയമായ പ്രശ്നം മനസ്സിലാക്കി. ചലനത്തിൻ്റെ ദോലനത്തിൻ്റെ, ഇരുവശത്തേക്കുമുള്ള ദോലനത്തിൻ്റെ ദൂരം എന്തു തന്നെ ആയാലും അതെടുക്കുന്ന സമയം ഒന്ന് തന്നെയാണെന്ന് ഗലീലിയോ അത്രയും ബാലനാക്കി ഇരിക്കുന്ന സമയത്ത് മനസ്സിലാക്കി എന്നുള്ളതാണ്. സമയം എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാൽ, സ്വന്തം കയ്യിൻ്റെ നാടിമിടിപ്പ് അളന്നിട്ടാണ് അദ്ദേഹം ആ ചലനത്തിൻ്റെ സമയം കണ്ടുപിടിച്ചത്. പരീക്ഷിച്ചും നിരീക്ഷിച്ചും അറിയാതെ ഒരു കാര്യവും അംഗീകരിക്കാത്തൊരു സ്വഭാവമായിരുന്നു ഗലീലിയോയുടേത്. പരീക്ഷണങ്ങൾ സ്വയം ചെയ്തു നോക്കി ഫലം ഉറപ്പുവരുത്താതെ ഒരു തലത്തിലും തത്വങ്ങളിലും വിശ്വസിക്കാത്ത ഗലീലിയോ ആധുനിക ശാസ്ത്രത്തിൻ്റെ പ്രവർത്തനത്തിന് ആധാരമായ നിരീക്ഷണം, പരീക്ഷണം, നിഗമനങ്ങളുടെ സൂക്ഷ്മ പരിശോധന തുടങ്ങിയ ഒരു രീതി വികസിപ്പിച്ചെടുത്തു. ഗണിതപരമായ യുക്തിയും അദ്ദേഹത്തിൻ്റെ സഹജാവബോധവും കൈമുതലുണ്ടായിരുന്ന ഒരാളായിരുന്നു ഗലീലിയോ. പരീക്ഷണങ്ങൾ ഒരു പുതിയ ഭൗതിക ശാസ്ത്രത്തിനും ജ്യോതിശാസ്ത്രത്തിനും തുടക്കമിട്ടു. ഗലീലിയോ അക്കാലത്തെ പ്രധാന ചിന്തകരുടെ ആശയലോകത്തെ സമന്വയിപ്പിച്ച് ചലനം എന്ന പ്രതിഭാസത്തെ സമയവും ദൂരവും ഗണിതപരമായി വിശകലനം ചെയ്തിരുന്നു. നിശ്ചലമായി നിൽക്കുന്ന വസ്തു ബാഹ്യശക്തിയുടെ സഹായമില്ലാതെ ചലിക്കുന്നില്ല. ഇക്കാര്യം പണ്ടേ അറിവുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് നിശ്ചലത പ്രകൃതിദത്തമായൊരവസ്ഥയായി വിശദീകരിക്കപ്പെട്ടു. പക്ഷേ ഗലീലിയോ ഈ ആശയത്തെ നിരാകരിച്ചു. ചലനം എങ്ങനെ പ്രകൃതിദത്തമാണോ അതേപോലെ തന്നെയാണ് നിശ്ചലതയുമെന്ന് ഗലീലിയോ കാണിച്ചു തന്നു. ഒരു വസ്തു, ഇടതുവശത്തെ ചിത്രം നോക്കുക, പരുക്കനായ പ്രതലത്തിലൂടെ നീങ്ങുമ്പോൾ അതൊരു ചരിഞ്ഞ പ്രതലമാണെങ്കിൽ അതിവേഗം നിശ്ചലാവസ്ഥയിൽ എത്തുന്നത് പ്രതലവും വസ്തുവും തമ്മിൽ ഉണ്ടാകുന്ന ഉരസൽ ഒരു പ്രതിരോധ ശക്തിയായി വസ്തുവിനെ എതിർക്കുന്നത് കൊണ്ടാണെന്ന് കാണിച്ചു തന്നു. അതേസമയം പ്രതലവും വസ്തുവും നന്നായി മിനുക്കിയതാണെങ്കിൽ തുടക്കത്തിൽ എത്ര ശക്തി വസ്തുവിൽ പ്രയോഗിച്ചിരുന്നുവോ അതനുസരിച്ച് വസ്തു നീങ്ങിപ്പോവും. വസ്തു ഒരു മഞ്ഞുപാളിയുടെ മുകളിലാണെങ്കിലോ അത് കൂടുതൽ വേഗതയിൽ നീങ്ങിപ്പോവും. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചും കൊണ്ട് ഗലീലിയോ പറഞ്ഞു, ചലിക്കുന്ന വസ്തുവിനെ പ്രതിരോധിക്കുന്ന എല്ലാ ശക്തികളെയും ഇല്ലാതാക്കിയാൽ വസ്തു ഒരേ വേഗത്തിൽ അനന്തമായി ചലിച്ചുകൊണ്ടിരിക്കും. ശക്തി എന്ന പ്രതിഭാസം വസ്തുവിനെ തൽസ്ഥാനത്ത് നിന്ന് ഇളക്കാൻ മാത്രമല്ല, ചലന വേഗത കൂട്ടാനും കുറക്കാനും ചലനം നിർത്താനും ചലന ദിശ മാറ്റാനും ആവശ്യമാണെന്ന് ഗലീലിയോ സമർത്ഥിച്ചു. 400 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കണ്ടുപിടിച്ച
ഈ കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ ബഹിരാകാശ പദ്ധതിയിൽ അടിസ്ഥാന തത്വമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പല സ്ഥലത്തു നിന്നും ഉറവകളായി ഒഴുകിയെത്തി ഒന്നു ചേർന്നൊരു നദിയാകുന്നത് പോലെ ആയിരുന്നു ആധുനിക ശാസ്ത്രമെന്ന നിർജ്ജരി രൂപം കൊണ്ടത്. അതിലേറ്റവും പ്രകടവും പ്രസിദ്ധവും ഗലീലിയോയുടെ ചെയ്തികളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന വിശേഷണത്താൽ അറിയപ്പെട്ടു. ആധുനിക ശാസ്ത്രത്തിന് ആധാരമായ നിരീക്ഷണം, പരീക്ഷണം, നിഗമനങ്ങളുടെ സൂക്ഷ്മമായ പരിശോധന തുടങ്ങിയ ഒരു രീതി അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. ഗണിതപരമായ യുക്തിയും സഹജാവബോധവും മുതലായി ഉണ്ടായിരുന്ന ഗലീലിയോയുടെ പരീക്ഷണങ്ങൾ ഒരു പുതിയ ഭൗതിക ശാസ്ത്രത്തിനും ജ്യോതിശാസ്ത്രത്തിനും തുടക്കമിട്ടു എന്ന് പറയാം. 1590 മുതൽ ഗലീലിയോ കോപ്പർനിക്കസിൻ്റെ സൗരകേന്ദ്ര സിദ്ധാന്തം അംഗീകരിച്ചിരുന്നു. കത്തോലിക്ക മതത്തിൻ്റെ സ്വാധീനം കൂടുതലുള്ള ഇറ്റലിയിൽ ഈ സിദ്ധാന്തം അംഗീകരിച്ചിട്ടില്ല. പള്ളിക്ക് താൽപ്പര്യം അരിസ്റ്റോട്ടലിൻ്റെയും ടോളമിയുടെയും ഭൗമകേന്ദ്ര സിദ്ധാന്തമായിരുന്നു. പ്രപഞ്ചം കേന്ദ്രം ഭൂമിയാണെന്ന് സ്ഥാപിക്കുന്നതിന് പിന്നിൽ ശക്തമായ സാമൂഹിക രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഗലീലിയോ ഒരു ഉറച്ച കത്തോലിക്ക മതവിശ്വാസിയായിരുന്നിട്ടു കൂടി അദ്ദേഹത്തിന് ഭൗമകേന്ദ്ര സിദ്ധാന്തം യുക്തിസഹമായി തോന്നിയതേയില്ല. അതുകൊണ്ട് അതിനെ എതിർക്കൽ മാത്രമല്ല, പണ്ഡിത ഭാഷയായ ലാറ്റിനിൽ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നതിന് പകരം അദ്ദേഹം നാട്ടുകാരിലേക്ക് ഇറങ്ങി നാട്ടുഭാഷയായ ഇറ്റാലിയൻ ഉപയോഗിച്ച് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തു. ഒരു കാര്യത്തിൽ ഗലീലിയോയ്ക്ക് സംശയം തീരെയില്ലായിരുന്നു. അത് മതപരവും സദാചാരപരവുമായ കാര്യങ്ങളിൽ പള്ളിക്ക് തന്നെയാണ് പരമാധികാരം. അത് അംഗീകരിക്കുമ്പോൾ തന്നെ ശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പറയാൻ ശാസ്ത്രജ്ഞരെ അംഗീകരിക്കണം. അതിന് അവകാശം ശാസ്ത്രജ്ഞന്മാർക്ക് ആയിരിക്കണം. ഗലീലിയോയുടെ ഈ ധീരമായ നിലപാട് കാരണം 1616 കത്തോലിക്ക പള്ളി കോപ്പർനിക്കസിൻ്റെ സിദ്ധാന്തം തെറ്റും അസംബന്ധവുമാണെന്ന തീട്ടൂരം പുറപ്പെടുവിച്ചു. അതിനെ അംഗീകരിക്കാനേ അനുകൂലിക്കാനോ പാടില്ലെന്ന നിർദ്ദേശവും പുറപ്പെടുവിച്ചു. 2 സ്ഫടിക കാചങ്ങളെ, അതായത് ഗ്ലാസ് ലെൻസുകളെ, വലതുവശത്ത് മുകളിൽ കൊടുത്തിരിക്കുന്ന 2 ലെൻസുകൾ ചേരേണ്ട രീതിയിൽ കൂട്ടിഘടിപ്പിച്ചാൽ വിദൂര വസ്തുക്കളെ അടുത്തായി കാണാനുള്ള ഒരു ഉപകരണമാകും എന്ന് കണ്ടെത്തിയത് കൃത്യമായ ആരാണെന്നറിയില്ല. ഹോളണ്ടുകാരനായ ഹാൻസ് ലെപ്പർഷെ 1570 മുതൽ 1619 വരെ ജീവിച്ച ആളാണ്. എന്ന കന്നഡ വ്യാപാരിയുടെ കടയിൽ കളിച്ചുകൊണ്ടിരുന്ന 2 കുട്ടികളാണ് ഇത് മനസ്സിലാക്കിയതെന്ന് പറയപ്പെടുന്നു. അവർ ഈ രീതിയിൽ 2 ലെൻസുകളെ മുൻപിലും പിൻപിലുമായി കയ്യിൽ എടുത്ത് ദൂരെയുള്ള പള്ളിയുടെ മുകളിലെ ഒരു കുരിശ് കാണുകയായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ തുടക്കം എന്ന് പറയപ്പെടുന്നു. ഏതായാലും 1608 ലിപ്പർഷെ 2 ലെൻസുകളെ കുട്ടികൾ കാണിച്ച അതേ ലെൻസുകളെ വേണ്ട വിധം ചേർത്ത് വെച്ച് ഒരു സ്പൈ ഗ്ലാസ് ഉണ്ടാക്കി. ടെലിസ്കോപ്പിൻ്റെ ആദ്യത്തെ പേരതായിരുന്നു. അത് ലിപ്പർഷെ ഉപയോഗിച്ചത് കപ്പലുകളെ നിരീക്ഷിക്കാൻ ആവശ്യത്തിന് വേണ്ടിയുള്ള ആളുകളുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയും യുദ്ധരംഗത്ത് ശത്രുക്കളെ നിരീക്ഷിക്കാനും അതാദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നു. ആകാശത്തെ ഉയർത്താൻ ലിപ്പർഷയ്ക്ക് തോന്നിയതേയില്ല. പകരം അതിന് ഗലീലിയോ തന്നെ വേണ്ടി വന്നു. ഒരു ശാസ്ത്രജ്ഞനായ ഗലീലിയോ ഈ നിർമ്മാണത്തെപ്പറ്റി കേട്ടറിഞ്ഞിട്ടാണ് അത്തരം ഒന്ന് കാണുകപോലും ചെയ്യാതെ വസ്തുക്കളെ 3 ഇരട്ടി വലുപ്പത്തിൽ കാണാൻ കഴിയുന്ന ഒരെണ്ണം സ്വന്തമായി ഉണ്ടാക്കി. 1609 ആഗസ്റ്റ് 25 വസ്തുക്കളെ 9 ഇരട്ടി കാണാൻ കഴിയുന്ന ഒരെണ്ണം ഉണ്ടാക്കി വെനീസിലെ ഭരണാധികാരികൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചു. ഇതിനു മുമ്പ് പറഞ്ഞ തോമസ് ഡിഗസിനെ പോലെ
താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പ്രദർശിപ്പിക്കാൻ ഡിഗ്ഗസ് ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ഡിഗ്ഗസ് ഗലീലിയോയ്ക്ക് മുമ്പേ ആകാശ നിരീക്ഷണം നടത്തിയിരുന്നു ടെലിസ്കോപ്പ് ഉപയോഗിച്ചിട്ട്. പക്ഷെ അത് എപ്പോഴും രേഖപ്പെടുത്തപ്പെട്ടില്ല. എന്നാൽ നമ്മുടെ ഗലീലിയോ അങ്ങനെ ആയിരുന്നില്ല. ഗലീലിയോ തികഞ്ഞ ഒരു പ്രദർശനവാദിയായിരുന്നു. അതിനക്കാലത്തെ പ്രസിദ്ധ ഗണിതശാസ്ത്രജ്ഞൻ ഗിയോവാനി ഡെബിസിയാനിയാണ് ടെലിസ്കോപ്പ് എന്ന പേരിട്ടത്. മറ്റുള്ളവർ ടെലിസ്കോപ്പിനെ മറ്റു പല ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചപ്പോൾ ഗലീലിയോ അത് ആകാശത്തേക്ക് ഉയർത്തി. അദ്ദേഹത്തിൻ്റെ ആവശ്യം കോപ്പർനിക്കസിൻ്റെ സിദ്ധാന്തം ശരിയാണോ എന്ന് പരിശോധിക്കലായിരുന്നു. അതോടെ ജ്യോതിശാസ്ത്രത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റി എഴുതപ്പെട്ടു. 1609 നവംബർ മാസം ആകാശ നിരീക്ഷണം നടത്തുന്നതിന് തൻ്റെ ടെലിസ്കോപ്പിൻ്റെ കഴിവ് ഗലീലിയോ 30 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. ഈ വലതുവശത്ത് കാണുന്നതാണ് ഗലീലിയോയുടെ ടെലിസ്കോപ്പുകൾ. ഇടതുവശത്ത് കാണുന്ന വ്യാഴം ഗ്രഹമാണ്. ഗ്രഹവും അതിൻ്റെ കൂടെ 4 വലിയ ഉപഗ്രഹങ്ങളും: യൂറോപ്പ, ഇയോ, ഗനിമീഡ്, കാലിപ്സോ. 1609 അവസാനത്തോടെ ടെലിസ്കോപ്പിലൂടെ ആകാശ നിരീക്ഷണം നടത്തിയ ഗലീലിയോ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാതിരുന്ന പല നക്ഷത്രങ്ങളെയും, പാൽപ്പുഴ പോലെ തോന്നിക്കുന്ന ക്ഷീരപഥത്തെയും, അതിൽ അനേകായിരം നക്ഷത്രങ്ങളെയും നേരിട്ട് കണ്ടു. വ്യാഴം ഗ്രഹത്തെ വിശദമായി പരിശോധിച്ചപ്പോൾ 2 മുതൽ 17 ദിവസം കൊണ്ട് വ്യാഴത്തെ ചുറ്റുന്ന അതിൻ്റെ 4 ഉപഗ്രഹങ്ങളെ, അതായത് ഇടതുവശത്ത് കാണിച്ച 4 ഉപഗ്രഹങ്ങളെ, മറ്റെല്ലാ ഉപഗ്രഹങ്ങളും വ്യാഴത്തിൻ്റേത് വളരെ ചെറുതാണ്. ടെലിസ്കോപ്പ് കൊണ്ടുപോലും കാണാൻ കഴിയാത്ത അത്ര ചെറുതാണ്. ആ ഉപഗ്രഹങ്ങളെ ഗലീലിയോ കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഈ 4 ഉപഗ്രഹങ്ങൾക്കും ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്ന പേര് കൊടുക്കപ്പെട്ടു. ഈ ഒരു കാഴ്ചക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. അരിസ്റ്റോട്ടലിൻ്റെയും ടോളമിയുടെയും ആകാശവസ്തുക്കൾ പ്രപഞ്ച കേന്ദ്രമായ ഭൂമിയെ ചുറ്റുന്നു എന്ന വാദഗതിക്ക് അതോടെ അവസാനമായി. വലതുവശത്ത് മേലെ കാണിച്ചിരിക്കുന്നതാണ് അരിസ്റ്റോട്ടിലൻ ടോളമിയൻ പ്രപഞ്ച ഭൂകേന്ദ്ര സിദ്ധാന്തത്തിൻ്റെ ചിത്രം. ഭൂമിയാണ് മധ്യത്തിൽ, മറ്റതെല്ലാം ഭൂമിയെ ചുറ്റുകയാണ്. ചലനം ഒരു കേന്ദ്രത്തിന് ചുറ്റും മാത്രമുള്ള ഒരു പ്രതിഭാസമല്ല. ചലിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രത്തിന് പോലും ചലനമുണ്ടാകാം എന്നാണ് ഗലീലിയോ തിരിച്ചറിഞ്ഞത്. ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്നതിനെ എതിർത്ത ഭൂകേന്ദ്രവാദികൾ ചോദിച്ച ഒരു ചോദ്യം: ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ടെങ്കിൽ അതിവേഗം കറങ്ങുന്ന ഭൂമിയോടൊപ്പം എത്താൻ ചന്ദ്രന് കഴിയുമോ? ഇവിടെ വലതുവശത്ത് നോക്കിയാൽ കാണാം വ്യാഴവും അതിൻ്റെ ഉപഗ്രഹങ്ങളും. ആ കറുത്ത പൊട്ടൊക്കെ ഉപഗ്രഹമാണ്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ അതാണല്ലോ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ചുറ്റി തിരിയുന്നുണ്ടല്ലോ. ഗലീലിയോയുടെ ഈ കണ്ടുപിടുത്തത്തെ ആദരിക്കാനാണ് പിന്നീട് വ്യാഴത്തെ നിരീക്ഷിക്കാൻ നാസ അയച്ച കൃത്രിമ ഉപഗ്രഹത്തിന് ഗലീലിയോ എന്ന പേർ കൊടുത്തത്. വലതുവശത്ത് കാണാം. ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഗലീലിയോ കോപ്പർനിക്കസിൻ്റെ സിദ്ധാന്തം എത്രമേൽ ശരിയാണെന്ന് പരിശോധിക്കുകയായിരുന്നു. ഏത് പ്രതിഭാസത്തെയും ചോദ്യം ചെയ്തും പരീക്ഷിച്ചും തൃപ്തിയായാൽ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്ന ഒരു ശാസ്ത്രത്തിൻ്റെ രീതിയായിരുന്നു അദ്ദേഹം പിന്തുടർന്നത്. ചന്ദ്രൻ ഭൂമിയോടൊപ്പം ചുറ്റുമ്പോൾ ഭൂനിവാസികൾക്ക് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം എങ്ങനെ അനുഭവപ്പെടുന്നുവോ അതേപോലെ തന്നെ ശുക്രനും വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാവുന്നതായി ഗലീലിയോ നിരീക്ഷിച്ച് രേഖപ്പെടുത്തി. ഈ നിരീക്ഷണങ്ങൾ ടോളമിയുടെ ഭൂകേന്ദ്ര സിദ്ധാന്തത്തിന് നിരക്കുന്നതല്ല. അതൊരവസാനത്തെ അടിയായിരുന്നു ആ സിദ്ധാന്തത്തിൻ്റെ മേൽ. അതിൽ ശുക്രൻ ഭൂമിയെയാണല്ലോ ചുറ്റുന്നത്. ശുക്രൻ ഭൂമിയെ ചുറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശുക്രന് വൃദ്ധിക്ഷയം കാണാൻ കഴിയില്ല. നമ്മളിവിടെ ഗലീലിയോയുടെ 1-ാം ഭാഗം അവസാനിക്കുകയാണ്.
ഗലീലിയോയുടെ മറ്റ് പ്രവർത്തനങ്ങളെപ്പറ്റി അടുത്ത 2-3 ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും.